നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദേശവുമായി ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. നവോത്ഥാന പ്രവർത്തനങ്ങൾ തലച്ചോറ് കൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ടും നടത്തേണ്ടതുണ്ടെന്ന് പ്രമുഖ സാംസ്കാരിക വിമർശകൻ KEN. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ഇന്റർവ്യൂ ചെയ്ത ശേഷം മാത്രമേ ഓട്ടം പോകുന്നുള്ളൂ എന്ന് പരാതി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ കാങ്കോലിൽ ജനസഭ സംഘടിപ്പിച്ചു. ചെറുപുഴയിൽ അനുവദിച്ച പോലീസ് സ്റ്റേഷനെ ചൊല്ലി വടംവലി തുടരുന്നു. ആസ്ഥാനം പുളിങ്ങോത്തേക്ക് മാറ്റുന്നതിനെ ചൊല്ലിയാണ് തർക്കം. വാർത്തകൾ വിശദമായി. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദേശവുമായി ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാളിന്റെ ഭാഗമായി പള്ളികൾ കേന്ദ്രീകരിച്ച് പ്രത്യേക നമസ്കാരങ്ങളും നടന്നു. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കി വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ ദിനത്തിൽ ഈദ്ഗാഹുകളിലും പള്ളികളിലും പ്രത്യേക പെരുന്നാൾ നമസ്കാരവും നടന്നു. ഇബ്രാഹിം നബി തന്റെ ഏകമകൻ ഇസ്മായിലിനെ ദൈവത്തിന് ബലിയർപ്പിക്കാൻ ഒരുങ്ങിയതിന്റെ സ്മരണയിൽ പെരുന്നാൾ ദിനത്തിൽ പള്ളികൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ചടങ്ങുകളും നടന്നു. മഹല്ല് കമ്മിറ്റികളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ബലിപെരുന്നാളിന്റെ ചടങ്ങുകൾ നടന്നത്. സുഗന്ധം പൂശിയും പുതുവസ്ത്രങ്ങളണിഞ്ഞും ഈദ്ഗാഹുകളിലും പള്ളികളിലും ഒത്തുചേർന്ന് സ്നേഹം പുതുക്കിയും വിരുന്നൊരുക്കിയുമാണ് ഇസ്ലാം മതവിശ്വാസികൾ പെരുന്നാൾ ദിനം ആഘോഷിച്ചത്. ദൈവമാർഗത്തിൽ സ്വന്തം ജീവിതം സമർപ്പിക്കുക എന്ന സന്ദേശമാണ് ബലിപെരുന്നാൾ മുന്നോട്ട് വയ്ക്കുന്നത്. പയ്യന്നൂർ ടൗൺ പള്ളിയുടെ നേതൃത്വത്തിൽ ഇതര സംസ്ഥാനക്കാർക്ക് ഭക്ഷണപ്പൊതി വിതരണം ചെയ്തു. സിറാജുദ്ദീൻ ദാരിമി കക്കാട് ഉദ്ഘാടനം ചെയ്തു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദേശമാണ് ഓരോ ബലിപെരുന്നാളും മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സന്ദേശം മുൻനിർത്തിയാണ് ടൗൺ പള്ളിയുടെ നേതൃത്വത്തിൽ ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തത്. രാവിലെ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷമാണ് ഭക്ഷണ വിതരണം നടന്നത്. സിറാജുദ്ദീൻ ദാരിമി കക്കാട് ഭക്ഷണപ്പൊതി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഏഴിമല നേവൽ അക്കാദമിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം 60ഓളം അന്യസംസ്ഥാന ജീവനക്കാർക്കാണ് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തത്. മുഹമ്മദ് ഖാലിദ്, ആഷിഖ് ഹാജി, അബ്ദുൽ ഖാദർ എന്നിവർ നേതൃത്വം നൽകി. നവോത്ഥാന പ്രവർത്തനങ്ങൾ തലച്ചോറ് കൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ടും നടത്തേണ്ടതുണ്ടെന്ന് പ്രമുഖ സാംസ്കാരിക വിമർശകൻ KEN. തൃക്കരിപ്പൂർ നടക്കാവ് നെരൂദ തിയേറ്റേഴ്സ് വായനശാല ഗ്രന്ഥാലയത്തിൽ നെരൂദ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു KEN. നവോത്ഥാന സംബന്ധമായ വെളിച്ചമുണ്ടാക്കുന്ന വാക്കുകളടങ്ങിയ സ്റ്റിക്കർ നമ്മുടെ വീട്ടുപടിക്കൽ പതിക്കണം. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ പരിഹരിക്കുന്ന തരത്തിൽ ശാസ്ത്രബോധത്തിന്റെ ലോകത്തേക്ക് നാം പതുക്കെ പ്രവേശിക്കണമെന്നും വ്യക്തിയുടെ കാര്യക്ഷമത എന്നതിലാണ് ഇന്ന് മുഴുവൻ ഊന്നലും നൽകുന്നതെന്നും പക്ഷേ വ്യക്തിയുടെ കാര്യക്ഷമത രൂപം കൊള്ളണമെങ്കിൽ സാമൂഹ്യ സുരക്ഷിതത്വവും പൊതുവിടത്തിന്റെ സജീവതയും ആവശ്യമാണെന്നും അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ടതുണ്ടെന്നും തൃക്കരിപ്പൂർ നടക്കാവിൽ നെരൂദ അനുസ്മരണ പ്രഭാഷണം നടത്തിക്കൊണ്ട് KEN അഭിപ്രായപ്പെട്ടു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നടക്കണ്ടേ? നമ്മളവിടെ അങ്ങ് നിന്നുപോയി. അതുകൊണ്ട് ഇന്ന് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് എല്ലാ ആരാധനാലയങ്ങളും എല്ലാവർക്കും, അതായത് ഹിന്ദുക്കളുടെ ക്ഷേത്രം, മുസ്ലിങ്ങളുടെ പള്ളി, ക്രിസ്ത്യാനികളുടെ ചർച്ച്, അതിൽ താല്പര്യമുള്ള എല്ലാവർക്കും പ്രവേശിക്കാവുന്നതാണ്. ജാതിമത പരിഗണന കൂടാതെ അത് എല്ലാവർക്കും പ്രവേശനമുള്ളതായിരിക്കണം. അതിന് മതമെതിരല്ല. നിങ്ങൾ ഹിന്ദു മതത്തിൻ്റെ ഗ്രന്ഥങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ജാതി പ്രത്യയശാസ്ത്രം ഈ കാര്യത്തിൽ ഒരു നിലപാട് പുലർത്തും. അത് ആധുനിക കാലത്ത് തീർച്ചയായിട്ടും വിമർശിക്കപ്പെടേണ്ടതുണ്ട്. നവോത്ഥാന പ്രസംഗം നടത്തിയാൽ മാത്രം പോരാ, നവോത്ഥാന പ്രവർത്തനം ഏറ്റെടുക്കണം. എല്ലാ ആരാധനാലയങ്ങളും, ഹിന്ദുക്കളുടെ ക്ഷേത്രം, മുസ്ലിങ്ങളുടെ പള്ളി, ക്രിസ്ത്യാനികളുടെ ചർച്ച്, ഇതിൽ ജാതിമത പരിഗണന കൂടാതെ എല്ലാവർക്കും പ്രവേശിക്കാമെന്ന ജാതിരഹിതവും മതനിരപേക്ഷതയുമായ ഒരു ആധുനിക കേരളം ഉണ്ടാകുമ്പോഴേ ഒരു ജനത ആധുനികരാവൂവെന്നും KEN പറഞ്ഞു.
ഒന്നുമില്ലാത്ത മനുഷ്യരുടെ നെഞ്ചിലെ തീ കാണാൻ നാം തയ്യാറാകുമ്പോഴാണ് ഉജ്ജ്വല രാഷ്ട്രീയ പ്രവർത്തനമായി തീരുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിനുള്ള ഊർജ്ജമാണ് പാബ്ലോ നെരൂദ എന്നും KN കൂട്ടിച്ചേർത്തു. നെരൂദ തിയേറ്റർ വൈസ് പ്രസിഡന്റ് K ഭരതൻ അധ്യക്ഷനായി. പരിപാടിയുടെ ഭാഗമായി ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു. തുടർന്ന് നെരൂദ വനിതാവേദി അവതരിപ്പിച്ച സംഗീതശില്പം കുറത്തിയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ഇന്റർവ്യൂ ചെയ്ത ശേഷം മാത്രമേ ഓട്ടം പോകുന്നുള്ളൂവെന്ന് പരാതി. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ദീർഘദൂര യാത്ര കഴിഞ്ഞ് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെത്തി പെട്ടെന്ന് വീട്ടിലെത്താമെന്ന് കരുതിയാൽ കുഴഞ്ഞത് തന്നെ. അവിടുത്തെ ചില ഓട്ടോ തൊഴിലാളികൾ ഇന്റർവ്യൂ നടത്തി പോകേണ്ട സ്ഥലവും ദൂരവുമെല്ലാം കണക്കുകൂട്ടി ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ട്രിപ്പ് പോകൂ അത്രേ. ഇന്ന് പുലർച്ചെ 5:45 റെയിൽവേ സ്റ്റേഷനിലെത്തിയ ബാങ്ക് ജീവനക്കാരിയെ കയറ്റാൻ ഓട്ടോ സ്റ്റാൻഡിലുള്ള ഓട്ടോ തൊഴിലാളികൾ തയ്യാറായില്ല. 2 ഓട്ടോറിക്ഷക്കാരോട് എവിടെ പോകേണ്ടത് ചോദിച്ചപ്പോൾ മാടേക്കാവിൽ വന്നപ്പോൾ അവർ പറഞ്ഞു പോകുന്നില്ല പറഞ്ഞു. ഞാൻ വേറെ ആൾ വിളിച്ചിട്ട് വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഒരു ഓട്ടോക്കാരനോട് ചോദിച്ചപ്പോൾ അവൻ്റെ മുന്നിലെത്താവും പോട്ടെ എന്നിട്ട് ഞാൻ പോകാൻ. അപ്പോൾ മുന്നിലെത്താൻ വിളിച്ച് വന്നതായിരുന്നില്ല, അവൻ ട്രിപ്പ് പോകുന്നത് തന്നെയായിരുന്നു. വേറെ ആൾ വന്ന് കയറിപ്പോയി. രണ്ടാമത്തെ അവനും കയറ്റാണ്ട് പോയി. മൂന്നാമതൊരു ഓട്ടോ വന്നപ്പോൾ ഞാൻ അതിൽ കയറിയിരുന്നപ്പോൾ അവൻ പറഞ്ഞു പോകില്ല. ഞാൻ പറഞ്ഞു പോകുന്നില്ല, പോണ്ട, ഞാൻ ഇതിൽ തന്നെ ഇരിക്കും പറഞ്ഞു. അപ്പോൾ അവൻ എന്നെ മൈൻഡാക്കാണ്ട് അങ്ങോട്ട് പോയി. ഞാൻ ഉടനെ സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ അവിടുന്ന് പോലീസ് വണ്ടിയായിട്ട് തന്നെ വന്നു. അപ്പോൾ അവനോടെല്ലാം വിളിച്ച് കാര്യങ്ങളൊന്നും ചോദിച്ചു. അപ്പോൾ അവൻ്റെ പേരും അഡ്രസ്സും വിളിച്ചു. പിന്നെ നിർത്താത്ത 2 പേരെ പേരും കാര്യങ്ങളെല്ലാം അവനോട് ചോദിച്ചിട്ട് പറഞ്ഞു അവരോട് സ്റ്റേഷനിലേക്ക് വരാൻ പറയണം, നീയും ഇവരവിടെ കൊണ്ടാക്കിയിട്ട് വരുമ്പോൾ സ്റ്റേഷനിൽ വരണം എന്ന് പറഞ്ഞു. ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടെന്ന് യാത്രക്കാർ പരാതിപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ കാങ്കോലിൽ ജനസഭ സംഘടിപ്പിച്ചു. സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. നടക്കുകയാണ് ചെയ്യുന്നത്. ചർച്ച ഇനിയുള്ള ദിവസങ്ങളിൽ കുറേ കൂടി ശക്തമാണ്. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ കാലത്ത് കേരളത്തിൻ്റെ ഒരു പ്രത്യേക അനുഭവങ്ങളുണ്ട്. ഇവിടെ പഞ്ചായത്തി രാജ് നഗരപാലിക ബില്ലൊക്കെ തന്നെ പാസ്സാക്കി. നാളത്തെ കേരളം നാളത്തെ പഞ്ചായത്ത് എന്ന ലക്ഷ്യവുമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളിൽ വികസനാജണ്ട തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പഞ്ചായത്ത് തല ജനസഭ സംഘടിപ്പിച്ചത്. ജനകീയാസൂത്രണത്തിൻ്റെയും അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും ഭാഗമായി കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 20 വർഷക്കാലം നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളെ വസ്തുതാപരമായി വിലയിരുത്താനും വരുന്ന 10 വർഷത്തെ മുൻപിൽ കണ്ടുകൊണ്ടുള്ള വികസനാജണ്ട തയ്യാറാക്കുന്നതിനും കൂടിയാണ് ജനസഭ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ K രാജൻ അധ്യക്ഷനായി. നാളത്തെ കേരളം നാളത്തെ പഞ്ചായത്ത് എന്ന വിഷയത്തിൽ PV രത്നാകരൻ വിഷയാവതരണം നടത്തി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് K ഗോവിന്ദൻ പഞ്ചായത്തിൻ്റെ വികസന വിലയിരുത്തൽ നടത്തി. തുടർന്ന് വിവിധ മേഖലകളെ അടിസ്ഥാനമാക്കി ചർച്ചയും നടന്നു. KV പവിത്രൻ, P സുശീല ടീച്ചർ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. ചെറുപുഴയിൽ പോലീസ് സ്റ്റേഷൻ അനുവദിച്ചു. ആസ്ഥാനം പുളിങ്ങോത്തേക്ക് മാറ്റാൻ നീക്കം. പെരിങ്ങോം സ്റ്റേഷന്റെ ഔട്ട്പോസ്റ്റ് പുളിങ്ങോത്തായിരുന്നു എന്ന് അവകാശപ്പെട്ടാണ് നീക്കം. പെരിങ്ങോം പോലീസ് സ്റ്റേഷനിലെ പുളിങ്ങോത്തുള്ള ഔട്ട്പോസ്റ്റ് നിർത്തിയിട്ട് വർഷങ്ങളായി. അതുകൊണ്ട് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നത് പുളിങ്ങോത്ത് തന്നെ വേണമെന്ന് പുളിങ്ങോത്തുകാർ ശഠിക്കുന്നത്. ഭരണകക്ഷിയിലെ പ്രമുഖരും പ്രധാന 2 ഘടകകക്ഷികൾക്കും സ്വാധീനമുള്ള ഇവിടെ മുൻപ് തന്നെ ഈ ആശയം ഇവർ മുൻപോട്ട് വെച്ചിരുന്നു. ഇതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിനുള്ള കെട്ടിടം പോലും കണ്ടെത്തി കഴിഞ്ഞു. എന്നാൽ ചെറുപുഴ പഞ്ചായത്തിന്റെ ആസ്ഥാനമായ ചെറുപുഴയിൽ തന്നെ പോലീസ് സ്റ്റേഷൻ വേണമെന്നും പുളിങ്ങോത്തേക്ക് മാറ്റിയാൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം പുളിങ്ങോത്തിന്റെ ഒരു ഭാഗം കർണാടക ഫോറസ്റ്റും മറ്റൊരു ഭാഗം ചിറ്റാരിക്കൽ സ്റ്റേഷൻ പരിധിയിലുമാണ്. ആരൊക്കെ മത്സരിച്ചാലും അവസാനം ആർക്കുമില്ലാത്ത ഒരവസ്ഥയിൽ എത്തരുത് എന്ന പ്രാർത്ഥനയിലാണ് മലയോരത്തുകാർ. തെയ്യത്തിന്റെ തട്ടകത്തിൽ നിന്ന് അരങ്ങൊഴിഞ്ഞ് നാട്ടരങ്ങിൽ നിന്നും ഇറങ്ങിയ തെയ്യക്കാർക്ക് ഇത് വറുതിയുടെയും വിശ്രമത്തിന്റെയും കാലം. അണിയലങ്ങൾ നിർമ്മിച്ചും ആടിയാഭരണങ്ങൾ പുതുക്കിപ്പണിതും അടുത്ത തെയ്യക്കാലത്തിന്റെ കാച്ചിലം പണിയാനുള്ള കാത്തിരിപ്പിലാണ് മലബാറിലെ തെയ്യക്കാർ. T ബാബു പഴയങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നീലേശ്വരം മന്ദംപുറത്ത് കാവിലെ കലശത്തോടെ ക്ഷേത്രങ്ങളും കാവുകളും വിട്ട് വീടുകളിലേക്ക് എത്തിയ തെയ്യക്കാർ ഇനിയും 1 മാസം കാത്തിരിക്കണം തെയ്യാട്ടക്കാലത്തിന്റെ തട്ടകത്തിലെത്താൻ. കലശം കഴിഞ്ഞാൽ പിന്നെ വടക്കേ മലബാറിൽ പിന്നെ തെയ്യമില്ലാ കാലമാണ്. അടുത്ത തെയ്യക്കാലം തുടങ്ങണമെങ്കിൽ തുലാം 10 ആവണം. പഞ്ഞമാസം തെയ്യക്കാർക്ക് വറുതിയുടെ കാലമാണ്. 6 മാസത്തോളം നിർബന്ധിത വിശ്രമ ജീവിതം നയിക്കുന്ന തെയ്യക്കാർ പലരും ഉപജീവനത്തിനായി ദുരിതം പേറുന്ന സ്ഥിതിയാണുള്ളത്. അന്നത്തെ അന്നത്തിന് പോലും വകയില്ലാതെ വറുതിയുടെ കാലം.
തെയ്യങ്ങളുടെ അണിയലവും മുടിയും മിനുക്കിയെടുത്ത് 1 മാസത്തിനു ശേഷം വരുന്ന തെയ്യാട്ടക്കാലത്തിനായി കാത്തിരിക്കുകയാണ്. കലാകാരന്മാർ മാത്രമാണെന്ന നിലയിൽ ഇവരെ സർക്കാരും മറ്റും തീർത്തും അവഗണിക്കുകയാണ്. തെയ്യക്കാലം കഴിഞ്ഞതോടെ പതിവ് തെറ്റിക്കാതെ ഇക്കുറിയും അണിയലങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കോറത്തെ രവി പണിക്കറും സംഘവും. പുറത്തട്ട്, തഴ, അരയിൽക്കെട്ട്, വളയം, തലച്ചമയങ്ങൾ എന്നിവയാണ് ഏറെ സൂക്ഷ്മതയോടെ മിനുക്കിയെടുക്കുന്നത്. തെയ്യാട്ടക്കാലത്ത് തന്നെ ഏറെ കഷ്ടപ്പെട്ടാണ് വിവിധ സമുദായത്തിലുള്ള തെയ്യക്കാരും കഴിയുന്നത്. കുലത്തൊഴിലായതിനാൽ പലർക്കും മറ്റു തൊഴിലുകൾ അറിയുകയുമില്ല. വടക്കൻ കേരളത്തിൽ 100 കണക്കിന് തെയ്യക്കാരുണ്ട്. ഇവർക്ക് തെയ്യക്കാലത്തെ വിശ്രമ വേളയിലടക്കം സമാശ്വാസം എന്ന നിലയിൽ സർക്കാർ തലത്തിൽ ആനുകൂല്യം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. നാടിൻ്റെ ദുരിതമകറ്റാൻ, പതിതരുടെ ദുഃഖമകറ്റാൻ, പരാതികളും പരിഭവങ്ങളും കേട്ട് കാവുകളിൽ ഉറഞ്ഞാടി കനകപ്പൊടി നൽകി അനുഗ്രഹം ചൊരിയുന്ന തെയ്യങ്ങൾക്ക് ജീവൻ പകരുന്ന തെയ്യക്കാരൻ്റെ ദുരിതം ആരും കാണാതെ പോകുന്നുവെന്നാണ് രവി പണിക്കർ നിരത്തുന്നത്. പണിയൊന്നുമില്ലാണ്ട് ഇതുകൊണ്ട് വരുമാനം കൊണ്ടാണ് അത്രയും മാസങ്ങളോളം നമ്മൾ പോകുന്നത്. അതിനിടക്ക് അസുഖങ്ങൾ വരും, ഇങ്ങനെ തെയ്യെല്ലാം കെട്ടി അസുഖം വരും. അപ്പോൾ അതിനില്ലേ വരുമാനം നമുക്ക് കണ്ടെത്താൻ വഴിയില്ല. അപ്പം ഇത് നമുക്ക് തെയ്യത്തിന് പോയി കഴിഞ്ഞാൽ തന്നെ തുച്ഛമായ പൈസയെ കിട്ടുന്നില്ല. അതന്നെ ഇപ്പം കുറച്ച് വർധനയുണ്ട്. ഇപ്പം മുൻകാലങ്ങളെ കാട്ടി കുറച്ച് വർദ്ധിപ്പിച്ചിട്ട് തരുന്നുണ്ട്. ഓരോ ക്ഷേത്രത്തിലും തറവാടായാലും വീടായാലും അത് തരുന്നുണ്ട്. വേദിയിൽ നിന്നിറങ്ങി വേദനയോടെയുള്ള വിശ്രമജീവിതകാലം കഴിഞ്ഞ് പ്രതീക്ഷയുടെ കാൽച്ചിലം പണിയാനുള്ള ഒരുക്കത്തിലാണ് ഓരോ തെയ്യക്കലാകാരന്മാരും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പൂനെയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ 100 ദിവസമായി നടത്തിവരുന്ന നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിം ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 26-ന് പയ്യന്നൂരിൽ പൊതുയോഗവും പ്രകടനവും നടക്കും. സാംസ്കാരിക രംഗത്തെ ഫാസിസ്റ്റ് കടന്നുകയറ്റത്തെ ചെറുക്കാൻ പൂനെയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ 100 ദിവസമായി നടത്തിവരുന്ന നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിം ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിക്കുന്നത്. സെപ്റ്റംബർ 26 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് പയ്യന്നൂർ ഗാന്ധി പാർക്ക് പരിസരത്തു നിന്നും ആരംഭിക്കുന്ന പ്രകടനത്തിൽ CV ബാലകൃഷ്ണൻ, ഗോവിന്ദൻ കണ്ണപുരം, ഷെറി, ബാബു കാമ്പ്രത്ത്, മനോജ് ഖാന, ബാബു അന്നൂർ, ജിനേഷ് കുമാർ അരമം തുടങ്ങി നിരവധി ചലച്ചിത്ര പ്രവർത്തകർ പങ്കെടുക്കും. തുടർന്ന് പൊതുയോഗവും നടക്കും. സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ പയ്യന്നൂർ മണ്ഡലം സമ്മേളനം ഗാന്ധി പാർക്കിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് CH വത്സൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ വയോജനങ്ങൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും തടഞ്ഞ് പീഡിപ്പിക്കുന്ന നയങ്ങളാണ് തുടരുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വത്സൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. നമ്മുടെ യുവജനങ്ങളുടെ ഇന്നത്തെ എണ്ണത്തിന് കണക്കായിട്ട് നമ്മൾ യുവജനങ്ങളുടെ ഒക്കെ എണ്ണം കുറവ്. ഇപ്പം നമ്മുടെ സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏകദേശം 10 കോടി വയോജനങ്ങളാണ്. ഇത് 2020 ആകുമ്പോഴേക്കും ഏകദേശം ഒരു 20-നും 25-നും 30-നും കോടിക്കടിയിൽ ആളുകളായിട്ട് പോകും. ചടങ്ങിൽ VV കുമാരൻ അധ്യക്ഷനായി. സെക്രട്ടറി KP ജനാർദ്ദനൻ, പ്രസ് ഫോറം പ്രസിഡന്റ് M രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ നിരവധി പേർ സംബന്ധിച്ചു. മാട്ടൂൽ നോർത്ത് മുനീർ സ്കൂൾ സ്റ്റോപ്പിന് സമീപത്തെ ഭീമൻ കടന്നൽക്കൂട് പ്രദേശത്തുകാരെ ഭീതിയിലാഴ്ത്തുന്നു. ചാമുണ്ടി കടന്നൽ എന്നറിയപ്പെടുന്ന ഈ കടന്നൽ കുത്തേറ്റാൽ മരണം പോലും സംഭവിക്കാം. മാട്ടൂൽ മുനീർ സ്കൂൾ സ്റ്റോപ്പിൽ നിന്നും 200 മീറ്റർ അകലെ പുഴയോരത്ത് ആൾതാമസമില്ലാത്ത കെട്ടിടത്തിലാണ് ഭീമൻ കടന്നൽക്കൂട് ഉള്ളത്. ദിവസേന വിദ്യാർത്ഥികളും മത്സ്യത്തൊഴിലാളികളും സഞ്ചരിക്കുന്ന പാതയോരത്താണ് കടന്നൽക്കൂട് സ്ഥിതി ചെയ്യുന്നത്. വെസ്പ ട്രോപ്പിക്ക, വെസ്പ അഫിൻസ് എന്നീ ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന കടന്നലുകളാണ് ഇവ. ചാമുണ്ടിക്കടന്നൽ എന്നും അറിയപ്പെടുന്നു. ഇവയുടെ കുത്തേറ്റാൽ മരണം ഉറപ്പാണ്. 3 ദിവസം മുൻപ് മാട്ടൂലിൽ ഇലക്ട്രിക് തൊഴിലാളിയായ യുവാവ് കടന്നൽ കുത്തേറ്റ് മരിച്ചിരുന്നു. ഒരാൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുമാണ്. ജനജീവിതത്തിന് ഭീഷണിയായ കടന്നൽക്കൂട് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഈ കടന്നൽക്കൂട് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. വിദ്യാർത്ഥികളടക്കം നിരവധി ആൾക്കാർ പോകുന്നൊരു വഴിയാണിത്. കഴിഞ്ഞ ദിവസം ഇതുപോലെ മാട്ടൂൽ സൗത്തിൽ ഒരു കടന്നൽ കുത്തേറ്റ് ഒരാൾ മരിക്കുകയും ഒരാൾ നില ഗുരുതരാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റേണ്ടവർ മാറ്റണം എന്തായാലും. കടന്നൽക്കൂട് നീക്കം ചെയ്യാൻ ആരെ സമീപിക്കണമെന്നറിയാതെ വിഷമിക്കുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C ചന്ദ്രിക ഉദ്ഘാടനം ചെയ്തു. ഉയർന്നു വന്ന് ഏകദേശം
വ്യത്യസ്തമാക്കിയ രീതിയിലാണ് NSSന്റെ ഗീതം. ജാതിമതങ്ങളുടെ അതിരുകളില്ലാതെ മനുഷ്യ മനസ്സിന്റെ നന്മയെ മുൻനിർത്തിക്കൊണ്ട് പൊതു സേവന മേഖലയിലേക്കുള്ള ഞങ്ങളുടെ ഈ കാൽവെപ്പിന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം M. കുഞ്ഞിരാമൻ അധ്യക്ഷനായി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ M. ലീല, PTA പ്രസിഡന്റ് M. സത്യപാൽ, സ്റ്റാഫ് സെക്രട്ടറി SP കേശവൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ഗിരീഷ് തായമ്പത്ത് എന്നിവർ സംസാരിച്ചു. തങ്കയം ശാഖ മുസ്ലിം യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ തങ്കയം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും ജീവനക്കാർക്കും ഭക്ഷണം വിതരണം ചെയ്തു. കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി MC ഖമറുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. അവശത അനുഭവിക്കുന്നവരെയും നിരാലംബരായ രോഗികളെയും ജാതിമത ഭേദമന്യേ സത്യസന്ധതയും അർപ്പണബോധവും കൈമുതലാക്കി സഹായിക്കുകയെന്നതാണ് ബലിപ്പെരുന്നാളിന്റെ സന്ദേശം. തങ്കയം ശാഖ മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ച പെരുന്നാൾ സദ്യ താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും ജീവനക്കാർക്കും ആശ്വാസമായി. കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി MC ഖമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് നേതാക്കളായ AGC ഷംസാദ്, C. മാദിൻ, ജാബിർ തങ്കയം, നിഷാർ T, ഫൈസൽ VP, AG നൂറുൽ അമീൻ എന്നിവർ നേതൃത്വം നൽകി. 3 ഏക്കറയോളം തരിശുനിലത്ത് നെൽകൃഷി നടത്തി വിജയം കൊയ്ത് വെങ്ങരയിലെ യുവജന കൂട്ടായ്മ. വെങ്ങര AKG വായനശാലയും കൈരളി പുരുഷ സ്വയം സഹായ സംഘവും ചേർന്ന് നടത്തിയ നെൽകൃഷി വിളവെടുപ്പോത്സവം PP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. നഷ്ടപ്പെടുന്ന കാർഷിക സംസ്കാരം തിരിച്ചുപിടിക്കാൻ വെങ്ങര AKG വായനശാലയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാവുകയാണ്. നേരത്തെ പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ ഒരുക്കിയ ഇവർ നെൽകൃഷി രംഗത്തും നൂറുമേനി കൊയ്തു. കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് രൂപീകരിച്ച കൈരളി കാർഷിക സ്വയം സഹായ സംഘത്തിന്റെ സഹകരണത്തോടെയാണ് തരിശുനിലം കൃഷിയോഗ്യമാക്കിയത്. ജയ, ആതിര ഇനങ്ങളിൽപ്പെട്ട നെൽവിത്തുകളാണ് ഇവർ കൃഷിയിറക്കിയത്. പ്രദേശത്തെ മുതിർന്ന കർഷകരുടെ നിർദ്ദേശങ്ങളും ഇവർക്ക് ലഭിച്ചിരുന്നു. കാർഷിക രംഗത്ത് ഇവർ നടത്തിയ പ്രവർത്തനം ഏറെ പ്രശംസനീയമാണെന്ന് ഉദ്ഘാടകൻ PP ദാമോദരൻ പറഞ്ഞു. കൈരളി സ്വാശ്രയ സംഘം അങ്ങേയറ്റം രാജ്യതാൽപര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വളരെ കൂട്ടായ്മയോടുകൂടി ഈ നെൽകൃഷിയിൽ ഏർപ്പെട്ടത്. ഏറ്റവും ഉയർന്ന മേനിയോടുകൂടി നെല്ല് വിളയിക്കാൻ സാധിച്ച സഹോദരന്മാരെ നിറഞ്ഞ മനസ്സോടുകൂടി അഭിനന്ദിക്കുകയാണ്. വരും വർഷങ്ങളിൽ കൃഷി കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് വായനശാല പ്രവർത്തകൻ M. രാമചന്ദ്രൻ പറഞ്ഞു. ഏറ്റവും നല്ല രീതിയിലുള്ള നെൽകൃഷി നമുക്ക് നടത്തി തീർക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പ്രവർത്തനങ്ങൾക്ക് കൈരളി കാർഷിക സ്വയം സഹായ സംഘം നേതൃത്വം കൊടുക്കാൻ വേണ്ടി തയ്യാറാണ് എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. കൊയ്ത്തുത്സവ പരിപാടിയിൽ M. രാമചന്ദ്രൻ അധ്യക്ഷനായി. P. ജനാർദ്ദനൻ, TV സുബകൻ, രതികൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഇനി നാട്ടുപച്ച. നമ്മുടെ തൊടികളിൽ ധാരാളമായി കണ്ടുവരുന്ന ഔഷധച്ചെടിയാണ് അപ്പ. ഉഷ്ണമേഖലാ രാജ്യങ്ങളിലെ ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ ഇത് ധാരാളമായി കണ്ടുവരുന്നു. നീലപ്പിലി, വേദപ്പച്ച, നായ്ത്തുളസി എന്നീ പേരുകളിലൊക്കെ അപ്പ അറിയപ്പെടുന്നു. കമ്പോസിറ്റേ കുടുംബത്തിൽപ്പെട്ട ഇതിന്റെ ശാസ്ത്രനാമം അഗരാറ്റം ഹൗസ്റ്റോണിയം എന്നാണ്. മെക്സിക്കോയാണ് ഈ ചെടിയുടെ ജന്മദേശം. അപ്പ ഇടിച്ചു പിഴിഞ്ഞ നീര് മുറിവുകളിൽ പുരട്ടിയാൽ മുറിവുകൾ വേഗത്തിൽ ഉണങ്ങും. അപ്പയുടെ വേരിടിച്ചു പിഴിഞ്ഞ നീര് 1 ഔൺസ് കാലത്ത് കറന്നുടനെയുള്ള പാലിൽ ചേർത്ത് കഴിച്ചാൽ മൂത്രാശയാസ്മരി പൊടിഞ്ഞ് പുറത്തു പോകുന്നതാണ്. ഇലയിൽ നിന്നും പൂവിൽ നിന്നും ഒരുതരം തൈലം ലഭിക്കും. തൈലം ഫിനോളിന് പകരം ഉപയോഗിക്കാവുന്നതാണ്. പണ്ടുകാലത്ത് ചിക്കൻ ബോക്സ് മാറിയാൽ രോഗി കിടന്ന മുറിയിൽ അപ്പയുടെ ഇല ചതച്ചിട്ട വെള്ളം കൊണ്ട് തുടയ്ക്കാറുണ്ട്. അപ്പയുടെ അണുനാശക ഗുണം പണ്ടത്തെ ജനങ്ങൾക്ക് അറിയാമായിരുന്നു. ഓപ്പൺ ഫ്രെയിം ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ മാസ ചലച്ചിത്ര പ്രദർശനം 26-27 തീയതികളിൽ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടക്കും. 26-ന് ബാബു കാമ്പ്രത്തിന്റെ ബിഹൈൻഡ് ദ മിസ്റ്റും ഇറ്റാലിയൻ സംവിധായകനായ ഉബാർട്ടോ പസോലിനിയുടെ സ്റ്റീൽ ലൈഫും പ്രദർശിപ്പിക്കും. 27-ന് ദ സെർച്ച് പ്രദർശിപ്പിക്കും. വൈകുന്നേരം 6 മണി മുതലുള്ള പ്രദർശനം സൗജന്യമാണ്. മണ്ണാൻ വണ്ണാൻ സമുദായ സംഘം ചെറുകുന്ന് കണ്ണപുരം ഏരിയ കുടുംബസംഗമം ചെറുകുന്നിൽ നടന്നു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. കണ്ണൻ ഉദ്ഘാടനം ചെയ്തു.
പരമ്പരാഗതമായിട്ടുള്ള കുട്ടികൾ ഒക്കെ തന്നെ അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടി തയ്യാറല്ലാത്ത ഒരു സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ഇന്ത്യയിൽ ചാതുർവർണ്ണ വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്. അവകാശം ലഭിക്കുകയും അത് നമ്മുടെ കാവുകളിലും അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. തെയ്യം കോലധാരികളുടെയും വണ്ണാൻ സമുദായാംഗങ്ങളുടെയും കുടുംബസംഗമവും ആദരിക്കൽ ചടങ്ങും ചെറുകുന്ന് ബോർഡ് സ്കൂളിൽ MV വിജയൻ പെരുവണ്ണാൻ നഗറിൽ നടന്നു. ബാലകൃഷ്ണ പെരുവണ്ണാൻ അധ്യക്ഷനായി. ഡോക്ടർ KH സുബ്രഹ്മണ്യൻ സമുദായാംഗങ്ങളെ ആദരിച്ചു. M ശ്യാമള, K നാരായണ ടീച്ചർ, TC ഗംഗാധരൻ, ചന്ദ്രൻ കടേക്കര, ഗോവിന്ദൻ മയ്യിൽ, M രമേശൻ, ശശിധരൻ പൂമംഗലം, ഉണ്ണികൃഷ്ണ പെരുവണ്ണാൻ എന്നിവർ സംബന്ധിച്ചു. പരിപാടിയുടെ ഭാഗമായി വർണ്ണശബളമായ ഘോഷയാത്രയും നടന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കോറം ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികൾ നടക്കാവ് സായി പ്രേമകുടീരത്തിലെ അമ്മമാർക്കൊപ്പം പെരുന്നാൾ ആഘോഷിച്ചു. കോറം ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ബക്രീദ് ആഘോഷം ഈയക്കാട് സായി പ്രേമകുടീരത്തിലെ അമ്മമാർക്കൊപ്പം നടത്തി. 50 വളണ്ടിയർമാരും അധ്യാപകരുമാണ് രാവിലെ 9 മണി മുതൽ അമ്മമാരോടൊപ്പം കഥ പറഞ്ഞും പാട്ടുപാടിയും ചെലവിട്ടത്. കേട്ടു കേട്ടു നീയുറങ്ങി കരളിൻ്റെ കാതലേ മുഖിലിനോടെന്തു ചൊല്ലി അറിയുമോ പൂനിലാവിൻ മണിയറ സഖികളായി താരവൃന്ദമാകവേ പറന്നുയർന്നലയലരി മറക്കുമോ. വിഭവസമൃദ്ധമായ സദ്യ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഒരുക്കുകയും അമ്മമാർക്ക് നൽകുകയും ചെയ്തു. പ്രവർത്തനങ്ങൾക്ക് പ്രിൻസിപ്പൽ KM സുരേഷ് കുമാർ, പ്രോഗ്രാം ഓഫീസർ ധനരാജ്, അധ്യാപകരായ ലിംഗരാജ്, അനൂപ്, ഗായത്രി, പ്രീത, സ്മിത, ദിവ്യ എന്നിവർ നേതൃത്വം നൽകി. പെരുമ്പയിലെ വ്യാപാരിയും ചേംബർ അംഗവുമായിരുന്ന KP കൃഷ്ണന്റെ കുടുംബത്തിനുള്ള മരണാനന്തര സഹായവും രോഗബാധിതരായ CC ഗോവിന്ദൻ, MA ബഷീർ എന്നിവർക്കുള്ള പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സഹായവും ചേംബർ പ്രസിഡന്റ് KU വിജയകുമാർ കൈമാറി. ചേംബർ ഭാരവാഹികളായ V നന്ദകുമാർ, AV ശ്രീധരൻ, C അനിൽകുമാർ, CM സത്യജിത്ത് എന്നിവർ പങ്കെടുത്തു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് മത്സ്യസമൃദ്ധി പദ്ധതി 2ാം ഘട്ടം മത്സ്യക്കുഞ്ഞ് വിതരണം വെള്ളിയാഴ്ച നടക്കും. അപേക്ഷ സമർപ്പിച്ച കർഷകർ ഓഫീസുമായി ബന്ധപ്പെടുക. മാറ്റുലി നെറ്റ്വർക്ക് പ്രേക്ഷകർ നൽകുന്ന ഈദ് ആശംസകളാണ് ഇന്നത്തെ മാറ്റുലിയിൽ. ഇന്ത്യയെ ഭാരതാംബയെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും ഇത്തരത്തിലുള്ളതായ ആഘോഷങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ബക്രീദ് ആശംസകൾ. ഞങ്ങളുടെയും അതുപോലെ തന്നെ നെറ്റ്വർക്ക് പ്രേക്ഷകരായ എല്ലാവർക്കും ഞങ്ങളുടെ ബലിപെരുന്നാൾ ആശംസകൾ. സ്നേഹത്തിൻ്റെയും ഒരു പെരുന്നാൾ കൂടി വന്നെത്തിയിരിക്കുന്നു. എല്ലാ നെറ്റ്വർക്ക് ചാനൽ പ്രേക്ഷകർക്കും പെരുന്നാൾ ആശംസകൾ. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും കൂട്ടായ്മയുടെയും നല്ല ഒരു ബലി പെരുന്നാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ബലിപെരുന്നാളിൻ്റെ എല്ലാവിധ ഇന്ത്യൻ രാജ്യത്തിലെ കേരളത്തിലെ മുഴുവൻ ജനതകൾക്കും ബലിപെരുന്നാളിൻ്റെ മലയാളികളായ പ്രത്യേകിച്ച് നമ്മളെ കേരള ജനതകൾക്ക് മലയാളികൾക്ക് ഈദിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കേരളത്തിലെ അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ലോക രാഷ്ട്രങ്ങളിൽ ഇന്ന് ഈദ് പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അതുപോലെ സാഹോദര്യത്തിൻ്റെയും മത സൗഷ്ണതയുടെയും എല്ലാവരുടെയും പാവപ്പെട്ടവൻ്റെയും പണക്കാരൻ്റെയും ഉത്സവമായി ഈദ് ഇന്ന് എല്ലാവരും ആഘോഷിക്കുകയാണ്. ആ ആഘോഷത്തിൻ്റെ പേരിൽ പങ്കുകൊണ്ട് എല്ലാ മുസ്ലിം സഹോദരന്മാർക്കും അതുപോലെ ലോക രാഷ്ട്രങ്ങളിലെ എല്ലാ ആളുകൾക്കും ഈദിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട്
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദേശവുമായി ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. നവോത്ഥാന പ്രവർത്തനങ്ങൾ തലച്ചോറ് കൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ടും നടത്തേണ്ടതുണ്ടെന്ന് പ്രമുഖ സാംസ്കാരിക വിമർശകൻ KEN. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ഇന്റർവ്യൂ ചെയ്ത ശേഷം മാത്രമേ ഓട്ടം പോകുന്നുള്ളൂ എന്ന് പരാതി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ കാങ്കോലിൽ ജനസഭ സംഘടിപ്പിച്ചു. ചെറുപുഴയിൽ അനുവദിച്ച പോലീസ് സ്റ്റേഷനെ ചൊല്ലി വടംവലി തുടരുന്നു. ആസ്ഥാനം പുളിങ്ങോത്തേക്ക് മാറ്റുന്നതിനെ ചൊല്ലിയാണ് തർക്കം. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.